പ്രിയരെ, നമ്മൾ ഈ 2026 പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലം പോലെയല്ല. ഈ അനുഗ്രഹമായ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. യേശുവിൻ്റെ സമ്പന്നതയിൽ ജീവിക്കാമെന്ന്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? യേശുവിൻ്റെ വചനം കൊണ്ട് നിറയുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. യേശു വചനമാകുന്നു. വചനമാണ് നമ്മുടെ ആധാരം. വചനമാണ് നമ്മുടെ ഉറവിടം. അതിനാൽ തന്നെ അവൻ്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും അറിവിലും നമുക്ക് നടക്കുവാൻ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ ബുദ്ധിയോ യുക്തിയോ ചിന്തയോ ഒന്നും വേണ്ട പ്രിയരെ. അതിലൊക്കെ അപാകതകളും പരാജയങ്ങളുമുണ്ട്. എന്നാൽ ഓരോ വിഷയത്തിൽ നമ്മൾ കടക്കുന്തോറും ദൈവത്തിൽ ആശ്രയിച്ച് അവനെ സ്നേഹിച്ച് അവൻ്റെ ഹിതം ആരാഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും എടുത്ത് ഓരോ കാര്യങ്ങളിലും പ്രവേശിക്കാം. അവൻ ജയിച്ചിരിക്കിയാൽ നമ്മളും ജയത്തിൽ നിന്നാണ് സകലതും പ്രവർത്തിക്കുന്നത്. ജയിക്കാൻ വേണ്ടി നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സകലതും അവൻ കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ സത്യസന്ധമായി ഫുൾ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. വിഷ് യു ഓൾ a very happy and a blessed New Year 2026. Stay blessed.